നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം എഴുതാണ്. അപ്പോൾ നമ്മൾ ഏത് പ്രോഗ്രാം എഴുതുമ്പോഴും നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്നുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു ക്ലാസ്സിൻ്റെ ഒരു പേര് കൊടുക്കുക. പബ്ലിക് ക്ലാസ്, ക്ലാസ്സിൻ്റെ പേര്. നമ്മളെ പ്രൊജക്റ്റിൻ്റെ അകത്ത് ഒരു ഫയലായിരിക്കും. ഇതേ ഫയലിൻ്റെ പേര് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ്സിന് നമ്മൾ കൊടുക്കണം. മെയിൻ ഫംഗ്ഷനുള്ള ക്ലാസ് ഉണ്ടല്ലോ, അതായിരിക്കണം ഫയലിൻ്റെ പേര്. ഫയലിൻ്റെ പേരും മെയിൻ ഫംഗ്ഷനുള്ള ക്ലാസ്സിൻ്റെ പേരും സെയിം ആയിരിക്കണം. നമ്മൾ പബ്ലിക് ക്ലാസ് ഇൻട്രൊഡക്ഷൻ എന്നെഴുതി. ഇൻട്രൊഡക്ഷൻ എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. ഇനി അത് നമ്മൾ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എഴുതാൻ പോകും. അപ്പോൾ നെറ്റ്ബീൻസിലൊക്കെ നിങ്ങൾ ഇപ്പോൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നാണ് എഴുതേണ്ടത്. അപ്പം പബ്ലിക് എന്ന് വെച്ചിട്ട് കൺട്രോൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും. അപ്പം നമ്മുടെ കോഡ് റെഡിയാണ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എല്ലാം കൂടി എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയുള്ള ഇതിൻ്റെ കാര്യം. ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ക്ലാസ് ഇവിടെ തുടങ്ങി, ഇവിടെ അവസാനിച്ചു. യെല്ലോ മാർക്ക് നിങ്ങൾ കാണാം. അതിൻ്റെ അകത്ത് നമ്മുടെ ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ്റെ പേര് മെയിൻ ആണ്. മെയിൻ ഫംഗ്ഷൻ എപ്പോഴും പബ്ലിക് ആയിരിക്കണം. പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ പബ്ലിക് ആയിരിക്കണം. അത് സ്റ്റാറ്റിക് ആയിരിക്കണം. അത് റിട്ടേൺ ഒന്നും ചെയ്യില്ല, വോയിഡ് ആണ് നോർമലി. മെയിൻ. ഇനി അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നത് കാണാം. സ്ട്രിംഗ് ആർഗ്യുമെൻറ്റ്സ്. അത് നമ്മൾ കമാൻഡ് ലൈൻ വഴി ഇതിൻ്റെ പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. ഇത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആർഗ്സ് ഓഫ് 0, ആർഗ്സ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന വാല്യൂസ് എടുക്കാം. നമുക്ക് വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യാം, ആർഗ്സ് ഓഫ് 0 എന്നുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻറ്റ് ചെയ്യാം. റെഡി. നോർമൽ കേസിൽ നമ്മളിത് യൂസ് ചെയ്യാറില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. നമുക്ക് ഒരു കാര്യം പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമ്മൾ ഇൻട്രോ തിയറി പറഞ്ഞ സമയത്ത് ഇതെല്ലാം പറഞ്ഞതാണ്, ബട്ട് സ്റ്റിൽ ഒന്നുകൂടി പറയാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്. നിങ്ങൾ SY എന്ന് അടിച്ചിട്ട് ഇവിടെ കൺട്രോൾ സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതെന്ന് സജസ്റ്റ് ചെയ്ത് തരും. ഇതിൽ ക്യാപിറ്റലും സ്മോളും എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എസിൻ്റെ ക്യാപിറ്റൽ S ആണ്, സ്മോൾ ഔട്ട് പ്രിൻ്റ് സ്മോൾ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് മെസ്സേജ് കൊടുക്കുന്നു ആ മെസ്സേജ് എന്ത് ചെയ്യും, അതുപോലെ പ്രിൻറ്റ് ചെയ്യും. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് പ്രോഗ്രാം. ഇതാണ് നമ്മൾ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എപ്പോഴും വരും. ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ക്ലാസ് ഉണ്ടാവും, താഴെ വേറെ ക്ലാസ്സുകൾ വരാം. ഇറ്റ് ഡിപ്പെൻസ്. ബട്ട് ഫസ്റ്റ് കേസ് നമ്മുടെ കയ്യിൽ ഒറ്റ ക്ലാസ് ആണത്. ക്ലാസ്സിൻ്റെ ഒരു പേര് കൊടുക്കുക. ക്ലാസ്സിൻ്റെ അകത്തൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. മെയിൻ ഫംഗ്ഷൻ ഇവിടെ തുടങ്ങി അവസാനിച്ചു. അതിൻ്റെ അകത്ത് കുറേ ലൈൻ ഓഫ് കോഡാണ് എഴുതുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് വെൽക്കം. ഫൈൻ. നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ Shift F6 അടിച്ചാൽ റൺ ചെയ്യാം. നിങ്ങൾക്ക് താഴെ റിസൾട്ട് കാണാം. വെൽക്കം എന്ന മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെൽക്കം ടു CSC എന്നാണ് നിങ്ങൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, റൺ ചെയ്യുക. Shift F6 വെൽക്കം ടു CSC. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൺ ഫയൽ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. റൺ ഫയൽ, അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നെറ്റ്ബീൻസിലാണെങ്കിൽ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ കമ്പൈലേഴ്സ് ആണെങ്കിൽ ഓൺലൈൻ കമ്പൈലേഴ്സ് യൂസ് ചെയ്യാം. ഒരുപാട് ഓൺലൈൻ കമ്പൈലേഴ്സ് അവൈലബിൾ ആണ്. ഓൺലൈൻ ജാവ കമ്പൈലർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. അതെല്ലാം യൂസ് ചെയ്യാം. ഓൺലൈൻ GDB ഓൺലൈൻ കമ്പൈലർ .com oncompiler.com/java. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് യൂസ് ചെയ്യാം. ഫൈൻ. റെഡി. ഏറ്റവും ബെറ്റർ നിങ്ങൾ നാറ്റീവായിട്ട് നിങ്ങളുടെ ലാപ്പിൽ അല്ലെങ്കിൽ ഈവൻ ഫോണിലാണെങ്കിലും അതിൽ തന്നെ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അത് യൂസ് ചെയ്യാം. അതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ. ഇനി രണ്ട് നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ നോക്കാം. int x, y, z 3 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. x equal to 10 semicolon, y equal to 20 semicolon. രണ്ട് വാല്യൂസ് കൊടുത്തു. z is equal to x plus y. സിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമുക്ക് കൊടുക്കാം റിസൾട്ട് ഈസ് സം ഈസ്. ഇനി റിസൾട്ട് സെഡിലാണ്. അപ്പോൾ z പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്ലസ് z കൊടുക്കാം. ഇവിടെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കാം, z എന്നുള്ള ശരിക്കും ഒരു ഇൻറ്റീജറാണ്. ഇൻറ്റീജർ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രിങ്ങിൻ്റെ കൂടെ പ്ലസ് ചെയ്യണം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ സ്ട്രിങ്ങിൻ്റെ കൂടെ ഇതും കൂടി എന്തായിട്ട് മാറ്റും, സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സെഡിനെ കൂടെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ സം ഈസ് 30 എന്ന റിസൾട്ടാണ് വരിക.
അപ്പം ഒരു സ്ട്രിങ്ങും ഒരു പിന്നെ ഒരു ഇൻറ്റീജർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവിടെ കോൺകാറ്റിനേഷൻ ആണ് സംഭവിക്കുക. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ പ്ലസ് കൊടുക്കുന്നത് രണ്ട് ഇൻറ്റീജേഴ്സ് തമ്മിലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അഡീഷൻ സംഭവിക്കും. ഓക്കെ, ന്യൂമറിക്കൽ ടൈപ്പോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പോ എന്നനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ വേരിയേഷൻ സംഭവിക്കും. നമ്മൾ റൺ ചെയ്തു, റിസൾട്ട് സം ഈസ് ഈക്വൽ ടു 30. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു അല്ലേ. ഫോർ ഇൻഡ് I equal to 0, I less than 100, I plus plus. നമുക്കിവിടെ അതിനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഐ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 0 മുതൽ 100 വരെ എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യും. ഓക്കെ, സിമ്പിളി ഐ എന്ന് കൊടുക്കാം. ഓക്കെ, അതിന് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇഫ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇഫ് കൊടുക്കാം. ഇഫ് I mod 2 equal to 0, നമുക്ക് ഈവൻ നമ്പേഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ I mod 2 equal to 0 ആണെങ്കിൽ മാത്രം ഈവൻ നമ്പേഴ്സ് മാത്രം പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പം 96, 98 നിങ്ങൾ കാണാൻ പറ്റും നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് ചെയ്തിട്ടുണ്ട് 0 മുതലുള്ള. ഓക്കെ, അപ്പം ഇഫ് എൽസ് മറ്റു കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, നോർമലി യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇത്രയേ ഉള്ളൂ, ബിഗിനിങ് സ്ട്രക്ചർ. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എഴുതാം. പിന്നെ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് എല്ലാം വരും, നമുക്ക് ക്ലാസ് ഒബ്ജക്റ്റ് എന്നൊക്കെ ഉള്ളത് വരും. ഓക്കെ, അത് വേണമെങ്കിൽ ജസ്റ്റ് ഇപ്പം തന്നെ ഒന്ന് പറയാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ ഇതിവിടെ ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു ക്ലാസ് ഉണ്ട് നമ്മളെ കയ്യിലല്ലേ. ഇനി നമ്മളെ കയ്യിൽ ഇവിടെ ഒരു ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം, പബ്ലിക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ നമുക്ക് കാൾ ചെയ്യാൻ നോക്കാം, ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നോൺ സ്റ്റാറ്റിക് മെത്തേഡ് ആണ്, അതുകൊണ്ട് അതിനെ സ്റ്റാറ്റിക് എന്ന് കോൾ ചെയ്യാൻ പറ്റില്ല. അത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഫംഗ്ഷൻ സ്റ്റാറ്റിക് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നേരിട്ട് കോൾ ചെയ്യാം, പ്രശ്നമില്ല. ഓക്കെ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഹായ് ഇൻ ഡിസ്പ്ലേ. ഓക്കെ, ഇൻ ഡിസ്പ്ലേ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കോൾ ചെയ്യാം, കാരണം ഇത് സ്റ്റാറ്റിക് ആണ്. പക്ഷെ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാറിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞിരുന്നല്ലേ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കോൾ ചെയ്യണം. അതായത് സ്റ്റാറ്റിക് അല്ലെങ്കിൽ, ഇപ്പോൾ ഈ ഫംഗ്ഷൻ സ്റ്റാറ്റിക് അല്ല, നമ്മൾ നോർമൽ കേസിൽ സ്റ്റാറ്റിക് ആയിട്ടല്ല ഫംഗ്ഷൻസ് കൊടുക്കുക, ഒബ്ജക്റ്റ് ഓറിയന്റഡ് കേസിൽ. ഈ ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഏത് ക്ലാസ്സിനെ, ഇപ്പോൾ നമ്മൾ ആൾറെഡി നിലനിൽക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്, മെയിൻ ഫംഗ്ഷനിൽ ഉൾക്കൊള്ളുന്ന ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യുന്ന സിൻടാക്സ് ആണ് ക്ലാസിൻ്റെ പേര് സ്പേസ് ഒബ്ജക്റ്റിൻ്റെ പേര് ഈക്വൽ ടു ന്യൂ ക്ലാസിൻ്റെ പേര്. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ്. അതായത് ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ക്ലാസിൻ്റെ, അതായത് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ച് ഈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ക്ലാസിൻ്റെ പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് എടുക്കും, വേരിയബിൾ നെയിം, ഒബ്ജക്റ്റിൻ്റെ നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസിൻ്റെ പേര്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, obj ഡോട്ട് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാൻ പറ്റും. അപ്പോൾ ഡിസ്പ്ലേ എന്ന് വിളിച്ചു, അപ്പോൾ ഇവിടെ എന്തായി, ഫംഗ്ഷൻ കറക്റ്റായിട്ട് കോൾ ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ ഒരുപാട് എന്തുണ്ടാവും, ഫംഗ്ഷൻസ് ഉണ്ടാവും ക്ലാസ്സിൻ്റെ അകത്തൊന്നും സ്റ്റാറ്റിക് ആവില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യണം, ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ക്ലാസ്സിൻ്റെ പേര് ഒബ്ജക്റ്റിൻ്റെ പേര് ഈക്വൽ ടു ന്യൂ ക്ലാസിൻ്റെ പേര് ഫംഗ്ഷൻ രൂപത്തിൽ കൊടുക്കും. നമ്മളവിടെ കൺസ്ട്രക്ടറിനെ കൂടി കോൾ ചെയ്യാണ്, കൺസ്ട്രക്ടർ എന്താണെന്നുള്ളത് ഇൻ ഫ്യൂച്ചർ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിൾ സ്ട്രക്ചർ. ഈ നേരത്തെ പറഞ്ഞ അഡീഷൻ സബ്സ്ട്രാക്ഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്ര ഇൻട്രൊഡക്ഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് ഓരോ പ്രോഗ്രാമിലേക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോസ്.